ഹലോ, ഈ ഗുജറാത്തി മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ചായയൊക്കെ ഇട്ട് ടേബിളിൽ വെച്ച് വെളിവശം, അതായത് നമ്മുടെ പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ചായ ഇങ്ങനെ കുടിക്കും. ഇത്രയും ചായ ഒന്നും കുടിക്കത്തില്ല കേട്ടോ, ബാക്കി കുറച്ച് ഞാൻ മാറ്റി വെച്ചേക്കും. അത് കഴിഞ്ഞ് മോളെ സ്കൂളിൽ വിടാനുള്ള തിരക്കുകളാണ്. ഇന്ന് കുട്ടി ദോശ നെയ്യൊക്കെ തൂത്ത് കൊടുത്തു വിടുകയാണ്. പിന്നെ നേരത്തെ വെള്ളം തിളപ്പിച്ച് വെക്കും, കാരണം ആറണ്ടേ ആ കുപ്പിയിൽ ഒഴിച്ച് കൊടുത്തു വിടണം. പ്ലാസ്റ്റിക് ആണ്, കുറച്ച് നല്ല ക്വാളിറ്റി ആണെങ്കിലും നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ദോശയൊക്കെ ചുട്ട് കൊടുത്തു വിടും. കാരണം ഞാൻ കുറച്ച് കൂടുതൽ വെക്കാറുണ്ട് കേട്ടോ, എനിക്കറിയാം അവൾക്കത് കൂടുതലായിരിക്കുമെന്ന്. എന്നാലും ഞാൻ കൊടുത്തു വിടും. വീട്ടിൽ വന്നാൽ നിർബന്ധിച്ച് കഴിക്കാൻ വലിയ പാടുമാണ്. അതുകൊണ്ട് ആപ്പിളായാലും കുറച്ച് എല്ലാം കൂടെ തോനെ ഞാനങ്ങ് വെച്ച് കൊടുത്തു വിടും. പിന്നെ അവൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ ടീച്ചർ ചെക്ക് ചെയ്യുമെന്നും പറഞ്ഞാണ്. ടീച്ചർ ഫിനിഷ് ആയോ എന്ന് ചെക്ക് ചെയ്യും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങടി സ്കൂളിൽ പോകാമെന്ന് പറയുമ്പോൾ അവൾ പറയുന്നത് എൻ്റെ ടിഫിനും ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഫിനിഷ് ആവണം കഴിച്ചതെന്നാണ്. അല്ലാതെ പഠിക്കണേ ദൈവമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടല്ല അവൾ ഇറങ്ങുന്നത്. അവിടെ ടിഫിൻ ബോക്സ് കാലിയാകണമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ കുറച്ച് നേരം ഫോണൊക്കെ കൊടുത്ത് ഞാൻ റെഡി ആയിരിക്കുകയാണ്. ഞാനാണ് അവളെ കൊണ്ടുവിടുന്നത്. ഇവിടെ മഴയായാൽ ആകെ വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ടിലൂടെയാണ് ഞാൻ പോകേണ്ടത്. ഭയങ്കര പേടിയാണ്. ഇപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി. പിന്നെ വീട്ടിൽ വന്നാലും ജോലി തന്നെ, വിയർത്ത് കുളിക്കും, കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, വെള്ളം കുടിക്കും. ഇത് തന്നെ പണി. കാരണം വിയർപ്പ് സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. മഴ പെയ്തിട്ടും സൗണ്ടൊക്കെ അടിച്ചു പോയി. വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഉച്ചക്കത്തേക്കുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരി ആയതുകൊണ്ട് ഞാൻ പൊന്നു പോലെ കുറേച്ചെയാണ് വെക്കുന്നത്. ഒരു ഗ്ലാസ് അരി തന്നെ ധാരാളം. ഞങ്ങൾക്ക് വൈകിട്ട് വരെ ഓടും. അറിയാം, അധികം ഫുഡൊന്നും കഴിക്കാറില്ല. പിന്നെ ബാലൻസ് വരുന്ന എല്ലാം കളയണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ വെയിറ്റിലോട്ടാണ് പോകുന്നത്. എക്സസൈസ് ഇല്ല, അതുകൊണ്ട് കുറച്ച് വെയിറ്റൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഞാൻ ഒറ്റ വിസിൽ അടിച്ചിട്ട് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേന് ആ അരി വേവും. നമ്മുടെ പവിഴത്തിൻ്റെ അരി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 5 കിലോ കൊണ്ടുവന്നത് ഞാൻ പൊന്നെ പോലെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതിന് ഒരു ഗ്ലാസ് മാത്രം എടുത്ത്, കാരണം നമുക്ക് അയല കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച നമ്മൾ അയല വാങ്ങാൻ മാർക്കറ്റിൽ പോകുന്നവർ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അയലമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചോറായിരുന്നു. അയലയും മോര് കാശിതൊക്കെ കൂടി ഒരു പിടിക്കാമെന്ന് വിചാരിച്ച് അയലയൊക്കെ ഞങ്ങൾ അന്നേ വെട്ടി വൃത്തിയാക്കിയായിരുന്നു. അവിടെ മാർക്കറ്റിൽ നിന്ന് മീൻ ക്ലീൻ ചെയ്യാൻ കൊടുത്തപ്പോൾ അവർ തലയെല്ലാം എടുത്ത് കളഞ്ഞ് ആകെ ഒരു ഇതാക്കി. അപ്പോഴത്തേന് പറഞ്ഞു ബാക്കിയുള്ള 3 എണ്ണം ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെ വീട്ടിൽ വന്ന് നമ്മൾ തന്നെ മെനക്കെട്ടു. കത്തി നല്ലതൊന്നും ഇല്ലാതായ നിങ്ങൾ കാണുന്ന ഈ പച്ച കളർ കത്തി മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കത്രികയും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു പൊട്ട കത്തി ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഇന്ന് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തോരൻ, ഒരാൾക്ക് മെഴുക്കുവരട്ടി. അതായത് ഹസ്ബൻഡിന് തോരൻ വേണമെങ്കിൽ എൻ്റെ മോള് തോരനൊന്നും കഴിക്കില്ല, മെഴുക്കുവരട്ടി അങ്ങനെയുള്ള സംഭവങ്ങൾ വേണം. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടി ആക്കാം. പിന്നെ നമ്മുടെ ചെറിയൊരു ക്യാബേജ് ഉണ്ട്, അത് നമുക്ക് തോരനും വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അയലയുണ്ട് കറി വെക്കാൻ, അതൊക്കെ കൊണ്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ചെയ്യണം. ഒത്തിരി കറി വെച്ച് 2 പേരേ ഉള്ളൂ അല്ലെങ്കിൽ 3 പേരേ ഉള്ളെങ്കിൽ എത്ര കറി വെച്ചാലും നമ്മൾ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ ആ ജോലി ഒന്നും ഒരു ജോലി ഇല്ലാതാവും. ഇവിടെയൊക്കെ എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. ഇപ്പം മഴയാണ്, എന്നാലും വിയർത്ത് കുളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിയർപ്പിൻ്റെ. പിന്നെ നമുക്ക് അസുഖങ്ങളും. വെള്ളം നല്ലപോലെ കുടിക്കണം. ഞാൻ വെള്ളം കുടിക്കാൻ വളരെ മടിയുള്ള കൂട്ടത്തിലാണ്, പക്ഷേ കുടിച്ചേ പറ്റുന്ന രീതിയായപ്പോൾ നമ്മളും അങ്ങ് കുടിച്ച്. കാരണം അസുഖങ്ങളും ബി.പിയുടെ പ്രശ്നങ്ങളും ഒക്കെ വരും. അതുപോലെ ഞാൻ പറഞ്ഞു വന്നതുപോലെ ഏത് കാര്യം നമ്മൾ സന്തോഷത്തോടെ ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നും ഇതുപോലെ ആയിരിക്കത്തില്ല, കറികളൊക്കെ വ്യത്യാസമായിരിക്കും. ചിലപ്പം നമ്മൾ അരി വ്യത്യാസമായിരിക്കും. ഞാൻ ഇവിടുത്തെ അരിയിട്ട് വെക്കും. നമ്മളുടെ ബോയിൽ റൈസ് എന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പം 60 രൂപ, 40 രൂപ, 45 രൂപയ്ക്കൊക്കെ അരി കിട്ടും. പക്ഷേ അത്ര നമ്മുടെ നാട്ടിൽ അത്ര അടിപൊളി അരിയൊന്നുമല്ല, നമുക്ക് കഴിക്കാം. പിന്നെ കോവയ്ക്ക ആയിരുന്നു ഇത്രയും വേണ്ടല്ലോ, കറികളുണ്ടല്ലോ, ഞാൻ കുറച്ച് മാറ്റി വെച്ചു. ഞാൻ ഈ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന കറികൾ, അതായത് നമ്മൾ ഹോട്ടലൊക്കെ കിട്ടുമല്ലോ, ഹോട്ടലിലൊക്കെ ഇപ്പോൾ പാട്ട ഇതുപോലെ വെള്ള പാട്ടയിലാണ് കറികൾ കിട്ടുന്നത്. ആ കറികളുടെ പാട്ടയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. എല്ലാത്തിൻ്റെയും പാട്ട ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കങ്ങനെ ഇഷ്ടമുണ്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ എല്ലാ കിട്ടുന്ന സാധനങ്ങളും ഇങ്ങനെ പിറക്കി വെക്കും. എന്തിനാണെന്ന് അറിയത്തില്ല, എന്തെങ്കിലും ആവശ്യം വന്നാലോ. എന്നാൽ ആ സാധനം പിറക്കി വെക്കുന്ന സാധനം കളയുകയോ നമ്മൾ കത്തിച്ച് കളയുകയോ ചെയ്യുമ്പോൾ അതിന് ആവശ്യം വരും. അതുവരെ അതിന് ആവശ്യം വരത്തില്ല. അതിനിവിടെ എല്ലാവരും എന്നെ വഴക്കാണ്, എന്തിനാ ഇങ്ങനെ പിറക്കി കൂട്ടി വെക്കുന്നതെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പിറക്കി കൂട്ടി വെക്കുന്നത്. അതൊരു കവറായാലും അങ്ങനെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ നമ്മുടെ ക്യാബേജ് അരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കാര്യം പറഞ്ഞ് നമുക്ക് ജോലി ചെയ്യാനൊരു സുഖമാണ്. ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. ക്യാമറ സെറ്റ് ചെയ്യാനൊക്കെ ഇത്തിരി പാടുപെട്ടു. പിന്നെ പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. ജോലി ഒഴിഞ്ഞ സമയമില്ല, ഭയങ്കര ജോലിയായിരുന്നു ഇന്നത്തെ ദിവസം. തുണി കഴുകാനും
അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അത് നമ്മുടെ തുടക്കമാണ്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഡേ ഇൻ മൈ ലൈഫും നമ്മുടെ ഗുജറാത്തിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഗുജറാത്തിലെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരാത്തതുകൊണ്ട് റോഡിൻ്റെ ആയാലും മനുഷ്യരുടെ ആയാലും നമ്മൾ ഇടിച്ചിട്ടിട്ട് പോകുന്ന മനുഷ്യരാണ്. വണ്ടി ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ നമ്മൾ എത്തിലേക്കൂടെ ആ വണ്ടി വലത്തൂടെ ഇടത്തൂടെ ഒരു റൂൾസും ഇവിടെ ഇല്ല. പിന്നെ തട്ടിയിട്ടാലും ആരും മിണ്ടാതെ എടുത്തുകൊണ്ട് പോകും. കാരണം ആരും റൂള് ഒന്നും നോക്കുന്നില്ല. അങ്ങനെ നമ്മൾ തോരന് സെറ്റാക്കി വെച്ച് അടുക്കള ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇനി അടുക്കള ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ഞായറാഴ്ച വാങ്ങിച്ച കോരമീനാണ്. നമ്മുടെ മസാലയൊക്കെ വെറും എന്താ പറയുക, മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നല്ലതായിട്ട് കുരുമുളക് മെയിനായിട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. കുറച്ച് നേരം ആയിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അതൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് മോര് കാച്ചി തോരൻ മീൻകറി ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തത്. പിന്നെ കോരമീൻ അത്ര സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ വറുത്തപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ കഴിച്ചെന്ന് മാത്രം. അപ്പോഴത്തേന് പെട്ടെന്ന് 1 മണി 12 മണിയായി. പിന്നെ 1 മണിയാകുമ്പോൾ മോളെ വിളിക്കാൻ പോകണം. അപ്പോൾ ഷടപ്പടയെന്ന് കിച്ചണൊക്കെ വൃത്തിയാക്കി തുണിയൊക്കെ കഴുകി നമ്മൾ വിയർത്ത് കുളിച്ച് നമ്മൾ റെഡിയായിരിക്കുകയാണ് മോളെ വിളിക്കാൻ പോകാൻ. ഞാനൊരു 10 മിനിറ്റ് മുന്നേ ഇറങ്ങി വന്നാലേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. മഴക്കോളുണ്ടായതുകൊണ്ട് കുടയൊക്കെ സെറ്റായിട്ടാണ് പോകണേ. നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ ഒക്കെ വേണം പോകാൻ. അപ്പോൾ സ്കൂളിലെത്തി അവളെയൊക്കെ വിളിച്ച് ലഞ്ചൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. മഴക്കോളുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സന്തോഷമായിരുന്നു മഴ പെയ്യുന്നു. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് പേടിയായിരുന്നു. കാരണം വെള്ളക്കെട്ട്, എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ളത്തിൽ കൂടെ പേടിയാണ്. ഇപ്പോൾ കുറച്ച് ശീലമായിട്ടൊക്കെ വരുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു മഴയത്ത് മുകളിലത്തെ നിലയിൽ ചായയൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരുന്നു. അപ്പോൾ